കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഒരു വശത്ത് ഭരണ തുടർച്ചയുടെ കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ സർക്കാർ, മറുവശത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് അധികാരം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന UDF. ഇതിനിടയിൽ നിർണായക ശക്തിയായി മാറാൻ ശ്രമിക്കുന്ന NDAയും സമുദായ സംഘടനകളുടെ പുതിയ ഐക്യ നീക്കങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ സങ്കീർണമാക്കുന്നു. വോട്ടേഴ്സ് റൈറ്റ്സ് ഫൗണ്ടേഷൻ പുറത്തുവിട്ട പുതിയ സർവേ ഫലങ്ങൾ ഈ മാറ്റങ്ങളെ ശരിവെക്കുന്നതാണ്. അഡ്വക്കേറ്റ് അവനീഷ് കോയിക്കരയുടെ നേതൃത്വത്തിൽ നടന്ന സർവേ പ്രകാരം കേരളത്തിൽ വരാനിരിക്കുന്നത് ഒരു UDF തരംഗമാണ്. 140 അംഗ നിയമസഭയിൽ 91 സീറ്റുകൾ വരെ UDFന് ലഭിക്കുമെന്നാണ് പ്രവചനം. 2021 99 സീറ്റുകളുമായി അധികാരത്തിലെത്തിയ LDF 49 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്ന കണ്ടെത്തൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. വോട്ട് വിഹിതത്തിലെ മാറ്റങ്ങൾ എന്നത് UDF 44.97%, LDF 39.34%, NDA 14.72%. വോട്ട് വിഹിതത്തിൽ UDF ഏകദേശം 5% ലീഡ് നേടുന്നു എന്നത് ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണ്. NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നത് പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരത്തിന് വഴിയൊരുക്കുമെങ്കിലും അത് സീറ്റുകളായി മാറാൻ BJPക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും.